2025 CBC ബോർഡിന്റെ മറ്റൊരു ചോദ്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. F integral 0 to a x dx less than or equal to a by 2 plus 6, then a യുടെ പോസിബിൾ വാല്യൂസ് ആണ് ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ തന്നിട്ടുണ്ട്. അതിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു a by 2 plus 6 ആണെങ്കിൽ a യുടെ പോസിബിൾ വാല്യൂസ് ആണ്. അപ്പൊ നമുക്ക് നോർമൽ ആയിട്ട് ഇന്റഗ്രേഷൻ കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to a x dx. ഓക്കെ, സോ അതെന്താണ്? ഇതൊരു ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? ഇന്റഗ്രൽ 0 ഇന്റഗ്രൽ വേണ്ട, ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കും. ഇന്റഗ്രേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 ആണ് വരുന്നത്. 0 to a ആണ്. ഓക്കെ, അതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a സ്ക്വയർ ബൈ 2 ആണ്. ഓക്കെ, സോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് a സ്ക്വയർ ബൈ 2 ആണ്. നമ്മളുടെ ഇക്വേഷൻ ഇനിക്വാളിറ്റിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും എന്താണ്? a സ്ക്വയർ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ബൈ 2 പ്ലസ് 6. ഓക്കെ, മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും മക്കളെ? മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും a സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു a പ്ലസ് 12. ഓക്കെ, a പ്ലസ് 12 മൊത്തത്തിൽ നമുക്ക് ഇപ്പർ സൈഡിലോട്ട് എടുക്കാം. ഓക്കെ, ഇപ്പർ സൈഡിലോട്ട് നമ്മൾ എടുത്താൽ എന്ത് കിട്ടും മക്കളെ? a സ്ക്വയർ മൈനസ് a മൈനസ് 12 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലല്ലേ കിടക്കുന്ന ക്വാഡ്രാറ്റിക് ഇനിക്വാളിറ്റി ആണ്. സോ ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ ഫാക്ടറൈസ് ചെയ്യാം. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ മക്കളെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഇവിടെ എന്താണ് വരുന്നത് മക്കളെ? നോക്കിക്കേ, പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് -12ഉം കൂട്ടുമ്പോൾ കിട്ടേണ്ടത് -1ഉമാണ്. ഏതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12ഉം കൂട്ടുമ്പോൾ -1ഉം കിട്ടുന്നത് -4ഉം 3ഉം ആണ് അല്ലേ? -4ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -12 കിട്ടും, കൂട്ടുമ്പോൾ -1 കിട്ടും. സോ നമുക്ക് ഇവിടെ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും മക്കളെ? a-4 ടൈംസ് a plus 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ രണ്ടാൾക്കാരുടെ പ്രൊഡക്റ്റ് 0നെ കാട്ടി ചെറുതാകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നമ്പർ ലൈൻ വെച്ച് നോക്കാം. അതാണ് കുറച്ചും കൂടെ ഇവിടെ ഈസി. ഓക്കെ, സോ എയുടെ വാല്യൂ ഏതൊക്കെ പോസിബിൾ ആണ്? ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന എയുടെ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഇതിൽ നിന്ന് പറയാൻ പറ്റുന്നത് -3 ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ വരുമ്പോൾ എന്താണ്? -3 ഉണ്ട്, ഇവിടെ 4ഉം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. -3നെ കാട്ടി ചെറുതാകുമ്പോൾ ഇതും നെഗറ്റീവ് ആയിരിക്കും, ഇതും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, -3നെ കാട്ടി ചെറുതാകുമ്പോൾ ഇതും നെഗറ്റീവ് ആയിരിക്കും, ഇതും നെഗറ്റീവ് ആയിരിക്കും. സോ മൊത്തത്തിൽ നെഗറ്റീവ് ടൈംസ് നെഗറ്റീവ് എന്താകും? പോസിറ്റീവ് ആകും. അടുത്ത് ഇത് രണ്ടിന്റെ ഇടയ്ക്ക് വരുമ്പോഴോ -3നെ കാട്ടി വലുതായതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയിരിക്കാം, ഇതെപ്പോഴും എന്താണ് മക്കളെ? നെഗറ്റീവ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും മക്കളെ? നെഗറ്റീവ് കിട്ടും. നെഗറ്റീവ് ടൈംസ് പോസിറ്റീവ്, നെഗറ്റീവ് വരും. അടുത്ത് 4നെ കാട്ടി വലുതാകുമ്പോൾ ഇതും പോസിറ്റീവ് ആയിരിക്കാം, ഇതും പോസിറ്റീവ് ആയിരിക്കും. സോ മൊത്തത്തിൽ പോസിറ്റീവ് കിട്ടും. അപ്പൊ നോക്കിക്കേടാ, a-4 ടൈംസ് a plus 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരുന്നപ്പോഴാ അതിന്റെ ഇടയിലാണ്. അല്ലെങ്കിൽ തന്നെ മനസ്സിലാക്കിക്കോ മക്കളെ, മറ്റേ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ മോഡൽ പോളിനോമിയൽ മോഡലിൽ വന്നു കഴിഞ്ഞാൽ രണ്ടുപേരുടെ പ്രൊഡക്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരണമെങ്കിൽ അതിന്റെ ഇടയ്ക്കായിരിക്കും മോസ്റ്റ്ലി അത് വരേണ്ടത്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് വരുന്ന രീതിക്കാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയാം -3ക്കും 4നും ഇടയ്ക്കാണ്. സോ നമ്മുടെ a വാല്യൂ എന്ത് വരും മക്കളെ? a ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു -3യുമാണ് വരേണ്ടത്. നോക്കിക്കേ, ഏത് ഓപ്ഷനാണ് കറക്റ്റ് മക്കളെ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. സോ നമുക്ക് ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് പറയാം.